പത്തനംതിട്ട ആറന്മുള എംഎൽഎ ഓഫീസിലേക്ക് ഇപ്പോൾ യുഡിഎഫ് മാർച്ച് നടക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, ഈ സംസ്ഥാനത്തെ വനിതകളുടെയും ശിശുക്കളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ശിശുക്ഷേമ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള വകുപ്പ് മന്ത്രിയാണ്. ഈ പ്രതികൾ ആരാണ്? ഇവർ വിദ്യാർത്ഥികളെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്, വനിതകളെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. എന്തിന് SFIക്കാരെ പോലും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കൊലപാതക കേസിലെ പ്രതിയാണ്. ഇവരെ സ്വീകരിച്ച മന്ത്രിയും CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഈ രാജ്യത്ത് ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഗുണ്ടകളെ കൊണ്ട് ഈ ജില്ലയിൽ CPM ഭരിക്കാമെന്ന് ശ്രീമതി വീണ ജോർജ്, ഉദയഭാനൊന്നും ധരിച്ചു വെക്കണ്ട. ഈ ജില്ലയിലെ കോൺഗ്രസ് അതിനെ ശക്തമായി പ്രതിരോധിക്കും. ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത മന്ത്രിയുടെയും ജില്ലാ സെക്രട്ടറിയും അവർക്ക് അവസാനമാകുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമൊക്കെ ജനാധിപത്യ ധ്വംസകരാണ്. ജനാധിപത്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന CPMന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സൂചനാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അധ്യക്ഷത വഹിച്ച ശ്രീ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഈ സമരം ഓർഗനൈസ് ചെയ്ത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇന്നലെ മാത്രമാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. നിങ്ങൾക്കറിയാം, നിയമസഭയിൽ ഹാൻസിന്റെ വിശദാംശങ്ങളുമായി ഹാൻസ, ഈ പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ സൂചനാ സമരം? ആതിര, ഇന്ന് രാവിലെ ആയിരുന്നു DCCയുടെ ഭാഗമായി ആറന്മുള പത്തനംതിട്ട MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇത് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് അവരുടെ വകുപ്പിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അത് ശ്രദ്ധിക്കാനുമുള്ള സമയമില്ല. സംസ്ഥാനത്തുടനീളം പനിയും മറ്റു രോഗങ്ങളും വ്യാപിക്കുമ്പോഴും മന്ത്രി കാപ്പ കേസ് പ്രതിയെയും മറ്റു ക്രിമിനലുകളെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കാനുള്ള പരിപാടികൾ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇതിന് പ്രധാനമായും ഇത് ഉന്നയിക്കാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ CPMലേക്ക് കാപ്പ കേസ് പ്രതിയും വധശ്രമ കേസിൽ പ്രതിയും ഇത് കൂടാതെ 60ഓളം RSS BJP പ്രവർത്തകർ പത്തനംതിട്ട CPMന്റെ ഭാഗമായിരുന്നു. ഇതിനെ കൂടെ തന്നെ ഇതിൽ മറ്റൊരു വ്യക്തി യദുകൃഷ്ണൻ എന്നു പേരുള്ള മറ്റൊരു യുവാവും CPMൽ അംഗത്വം എടുത്തതിന് ശേഷം കഞ്ചാവ് കേസിൽ പ്രതിയാകുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലെ എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെയും പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് ശക്തമായ പ്രകടനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആതിര, ശരി, ഇത്തരത്തിൽ പത്തനംതിട്ട ആറന്മുള MLA ഓഫീസിലേക്കാണ് കോൺഗ്രസ് സൂചനാ സമരവുമായി എത്തിയത്. പ്രവർത്തകരുടെ പ്രകടനത്തെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. ആരോഗ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ സൂചനാ സമരം നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.